എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായി? ഒന്നും പറയണ്ടടാ. വെളുപ്പിനെ ബസ്സിൽ കയറി ഇരുന്നതാ. ഇങ്ങോട്ട് വരാൻ പറ്റൊരു പാടേ വഴിനീളെ ഛർദ്ദിക്കുകയും ചെയ്തു. അതൊരു പുതിയ സംഭവമല്ലല്ലോ. മനുഷ്യരിലെ കാരണന്മാർക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? ഒന്ന് പോടാ. അമ്മായി, ആ കർണാടകയുടെ സ്റ്റൈലില് കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു അപ്പൂപ്പനുണ്ടല്ലോ, എന്താ അങ്ങനെയുടെ പേര്? ശിവരാമപിള്ള, എന്റെ അമ്മായിയപ്പൻ. കക്ഷി എങ്ങനെയുണ്ട്? ഓ, അങ്ങനെ തന്നെയുണ്ട്. കുഴമ്പും കഷായം മേടിക്കാൻ കാശ് കൊടുത്തിട്ടാ പോന്നത്. അതെ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്തേ? ശ്രീധരേട്ടന്റെ പറമ്പിൽ ആ വലിയ 2-3 മാവില്ലേ, അത് രണ്ടും മുറിച്ചു വിറ്റടോ. അതെ, ആ തൊള്ളയുടെ പണിയാ. എന്നിട്ടോ എനിക്കും എന്റെ പിള്ളേർക്ക് ഒരു ഉപ്പ് വല്ലിനെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ എഴുതി അറിയിച്ചാലോ എന്റെ ഭർത്താവ് പറയും അമ്മയമ്മ കുറ്റം പറയാന്ന്. ഇതൊക്കെ സഹിക്കാടാ. ചില നേരത്തെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴാ ആ കുരുട്ട് തള്ള അങ്ങനെ ഇരിക്കുന്നതിലും ആരാ സാധനം എന്നറിയോ? ദേ, വീതം മേടിച്ചോണ്ട് വരാനാ തള്ളയുടെ ഇപ്പോഴത്തെ മുറുമുറുപ്പ്. വീതമേ എടാ, അമ്മായി വീതം ചോദിച്ചു വന്നാ നീയൊക്കെ കൂടി എന്നെ ആട്ടി പുറത്താക്കില്ലേ? കണ്ടവരുടെ കാട്ടും തുപ്പേറ്റ് തട്ടാരമ്പലത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുമ്പോഴാ വല്യമ്മയെ ഞാൻ ആദ്യം കാണുന്നേ. അന്ന് ഞാൻ തീരെ പൊടിയാ. അച്ഛൻ പിണങ്ങി പോയതാണെന്നും അമ്മ ദീനം വന്ന് ചത്തതാണെന്നും വല്യമ്മ മറ്റുള്ളവരോട് പിറുപിറുക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീധരേട്ടന്റെ അമ്മയ്ക്ക് അതൊക്കെ അറിയാം. ദേഷ്യം വരുമ്പോ അവരോരോന്ന് പറയും. എനിക്കെന്തോ വന്ന് ആ വീടിന്റെ പടി ചവിട്ടണതേ അറപ്പാ. എന്നെ വളർത്തിയതും ആളാക്കിയതും നിന്റെ അച്ഛനല്ലേ. ആ കൂറും കടപ്പാടും ഏട്ടത്തിയോടും പിള്ളേരോടും എനിക്കില്ലേ? ഇല്ലേടാ? എന്റെ അമ്മായി, ഇതൊക്കെ ഞാൻ എത്ര തവണ കേട്ടതാ. മനുഷ്യരി പോയിട്ട് വരുമ്പോഴൊക്കെ അമ്മായിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നിനക്കെല്ലാം ഒരു തമാശയാ. ഈ വീട് നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും ഇല്ല. അതുപോട്ടെ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ഒരു വിശേഷമുണ്ട്. നെല്ലിയാമ്പതിയിൽ നിന്നും മണിയമ്മായിയും കുട്ടികളും എത്തിയിട്ടുണ്ട്. ഇനി അവധി കഴിയുന്നത് വരെ വീട് വളരെ ശാന്തമായിരിക്കും. അതെ, ചെറുതും വലുതുമായിട്ടൊരു പട തന്നെ പോന്നിട്ടുണ്ട്. പാവം മുത്തശ്ശി. അപ്പൊ വെച്ചും വിളമ്പി മടുത്തു കാണോ അല്ലേ? അത് ഉറപ്പല്ലേ? അല്ല, നിന്റെ മഹാത്മയും നേതാജിയും തമ്മിൽ ഏറ്റുമുട്ടിയോ? ഉടനെ ഏറ്റുമുട്ടും. പക്ഷേ അതിനു മുമ്പ് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ വീട്ടിൽ നടന്നേക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും അമ്മായി വേഗം തിരികെ വന്ന് നന്നായി. കിക്ക് ഓഫിന് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഫുട്ബോൾ കളി കാണാമല്ലോ. എന്റെ ഈശ്വരാ, ഇവന് ഉത്തരവാദിത്വം വളരെ കൂടുതലാണല്ലോ. കൈമളിന്റെ മോളെ ഗോവിന്ദൻകുട്ടി കണ്ടു കാണും. എന്നാലും ഒരു ചടങ്ങിന് ഒറ്റ മോളാ, ഇഷ്ടം പോലെ സ്വത്തും. ആ കൈമൾ അത്ര ശരിയില്ലെന്നേ. നമ്മൾ എന്തിനാ അത് നോക്കണം? കുട്ടിയെ നോക്കിയാ പോരെ? അഥവാ ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ കേസുണ്ട്. നല്ല തങ്കപ്പെട്ട കുട്ടി, ഡിഗ്രി വരെ പഠിത്തം, 4 ലക്ഷം ശ്രീധരം. എങ്ങനെ? ആഹാ, എങ്കിൽ അത് മതി. എവിടെ സ്ഥലം? അത് എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഏടാ അളിയ, പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് യോഗം ഉണ്ടാ. നോക്ക് നോക്ക്, ഒക്കെ അവന് ശരിയാക്കി തരാല്ലേ, നീ പേടിക്കാണ്ടിരിക്കലിയാ. എടാ പപ്പ, നീ ആ ഏറൊന്ന് വിടറാ. ഇന്നലെ സ്റ്റേജിൽ കയറിയപ്പോ പിടിച്ച പിടുത്തല്ലേ, നെഞ്ചാൻ കൂടെ പൊട്ടിപ്പോകും. ഏറ് പിടിച്ചെങ്കിൽ എന്താടാ? ഞങ്ങൾ നാടകം കളിച്ച് 1ാം സമ്മാനം നേടിയില്ലേ? നിങ്ങൾ ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ? എന്താടാ? ഒരു നാടകത്തിൽ ജയിച്ചെന്ന് വെച്ച് അധികം നെഹളിക്കല്ലേ. ഫുട്ബോൾ മത്സരം പറ്റും, അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. ഫുട്ബോളിൽ നീ എന്ത് ചെയ്യാനടാ പുല്ലേ? ആ ജയകൃഷ്ണൻ ഉള്ളിടത്തോളം കാലമേ നീ അല്ല നിന്റെ അപ്പുറത്തോളം വന്നാലും ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. ജയകൃഷ്ണ, ആ വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നുണ്ട് ഇത്രയും കാലം നീയൊക്കെ വിലത്തി. ഇത്തവണ കാണിച്ചു തരടാ നിന്നെയൊക്കെ. ഓ, എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? നിങ്ങളെ കൊണ്ടായിരുന്നോണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നേ. പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തു. ജയ, ഇക്കൊല്ലത്തെ ഫുട്ബോൾ മാച്ചിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജയകൃഷ്ണൻ പുണ്ണാക്കാണെന്നല്ലേ അവൻ പറഞ്ഞത്. നീ എന്താ ആലോചിക്കുന്നേ? പേടിയാ. ആ ഗോളി ഭാസ്കർ നാടോട്ട് പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാൻ ആലോചിക്കുന്നത്. ജയ, ഞാൻ ഗോളിയാവാം. അപ്പൊ പന്താര് പിടിക്കും? അയ്യടാ, ഒരു ഗോളി. അതിലും ഭേദം വല്ല വാഴപ്പിണ്ടി വെട്ടിയേക്കണായിരിക്കും. ഗോളിയെ നമ്മൾ കൊണ്ടുവരും. എന്തായാലും ഈ കളി നമ്മൾ ജയിച്ചേ പറ്റൂ. അതെ, അതോടെ ഗോവിന്ദൻകുട്ടിയുടെ വെളച്ചിലും തീരും. ഗോവിന്ദൻകുട്ടിയുടെ മാത്രമല്ല, അവന്റെ വെളച്ചിലും ഇതോടെ തീരും. ആ വിജയന്റെ, വിജയകൃഷ്ണന്റെ. പിന്നെന്താ?
ഇതെടുത്ത് സാധനം. എത്ര നാളായി വിജയൻ നിന്നെ കണ്ടിട്ട്? നീ ഇതുവരെ എവിടെയായിരുന്നു? സത്യത്തിൽ നീ പോയതിനു ശേഷം ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആത്മഹത്യ വരെ തോന്നിപ്പോയെന്ന്. എന്തിന്? എന്തിനെന്നോ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് അതിലൊരുത്ത തട്ടിപ്പോടാ. പിന്നത്തെ കഥ പറയണ്ടല്ലോ. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാനാ. മഹാത്മയും നേതാജിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നീ ആയിരിക്കും കമന്ററി പറയാൻ പോകുന്നത്. തന്നെ? എന്താ വിശ്വാസം വരുന്നില്ലേ? കമന്ററി എങ്കിൽ കമന്ററി. കളി തുടങ്ങലിയാ. ഇത്തവണത്തെ മത്സരത്തിലുണ്ടല്ലോ ഞാൻ ഒരു കളി കളിക്കാൻ പോവാനെ. ഞാൻ തന്നെ കളിക്കാൻ ഇറങ്ങുന്നത്. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ഗ്രൗണ്ടിൽ ഞാൻ കിടുക്കി കളയും. അതിന് നിന്നെ കളിപ്പിക്കുന്നില്ല. എന്താടാ എന്താ ആര് ചതിച്ചു? നീ കാര്യം എന്താ പറ. വിജയേഷും ഗോവിന്ദൻകുട്ടിയുടെ മഹാത്മയ്ക്ക് വേണ്ടി വിജയേഷൻ കളിക്കുന്നു. നീ എന്താ പറഞ്ഞേ? അങ്ങേക്കരയിലെ കണാരയുടെ ചന്തയെ വെച്ച് കണ്ടപ്പോ പറഞ്ഞതാ. ഗോവിന്ദൻകുട്ടി ടൗണിൽ പോയി വിജയേഷിനെ കണ്ട് കാശും കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നീ മഹാത്മയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ടോ? എന്താ? മഹാത്മയ്ക്ക് വേണ്ടി നീ കളിക്കുന്നുണ്ടോന്ന്? മനുഷ്യന് ഇത്തിരി മനസ്സമാധാനം തരൂ. ഏത് നേരം ഒരു നേതാജിയും മഹാത്മയും. നിനക്കെന്താ വട്ടുപിടിച്ചോ? വട്ടുമുണ്ട്. വിജയ, കരാർ ലംഘിക്കരുത്. കരാറോ? എന്ത് കരാറ്? ഓഹോ, അപ്പൊ നീ നേതാജി ക്ലബിന്റെ ബൈല വായിച്ചിട്ടില്ലല്ലേ? ഇല്ല. എന്നാ അങ്ങനെ ഒരു ബൈല ഉണ്ട്. അതിലിങ്ങനെ ഒരു കരാറും ഉണ്ട്. അതിലിങ്ങനെ നല്ല അടിവരായിട്ട് പറയുന്നുണ്ട് മറ്റൊരു ക്ലബിന് വേണ്ടിയും കളിക്കാൻ പാടില്ലെന്ന്. ഇത് കോഴയാ, കോഴ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നേതാജിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞിരിക്കണം. കരാറും മണ്ണാങ്കട്ടിയും രണ്ട് ഉണക്ക ക്ലബ്ബുകൾ തമ്മിലല്ലേ? അമേരിക്ക ഇറാഖൊന്നുമല്ലല്ലോ. അതേടാ, അങ്ങാടി കടുവാർക്ക് ഇത് അമേരിക്ക ഇറാഖ് തമ്മിലുള്ള മത്സരം. അധികം വാശി പിടിക്കല്ലേ. ഒരു ക്ലബിന് വേണ്ടി നീ കളിക്കില്ല, പറഞ്ഞേക്കാം. ഓഹോ, ഭീഷണിയാണോ? അതേടാ, ഭീഷണിയാ. എന്നാ കേട്ടോളൂ, വിജയകൃഷ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞു മഹാത്മയ്ക്ക് വേണ്ടി കളിക്കാൻ. നോക്കിക്കോ, ഇത്തവണ മത്സരത്തിന് നേതാജിയുടെ വലക്കെട്ടിലേക്ക് തുരുതുരാ ഗോളുകൾ വീഴും. നീ ഒരു മറഡോണയോ? നിന്റെ മോഹം കൊള്ളാം, പക്ഷെ നടക്കില്ല വിജയ. മൈതാനത്ത് കാലുകുത്തിയിട്ട് വേണ്ടടാ നീ തുരുതുരാ ഗോളടിക്കാൻ. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യടാ? വാശിയേറിയ ഈ മത്സരത്തിൽ മഹാത്മയാണോ നേതാജിയാണോ വിജയിക്കുന്നതെന്ന് ഏതാനും നിമിഷത്തിനകം നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. ആരും ഇടം കാലിട്ട് വിജേഷിനെ വിളിച്ചിരിക്കുകയാണ്. കളി കയ്യാങ്കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തേ. നിന്റെ താടി ഞാൻ പിടിച്ചെടുക്കോടാ. മിണ്ടി പോരുത്, കൊണ്ടുപോടാ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ മക്കളെ. എന്തെങ്കിലും കാര്യമായ കാര്യത്തിനാണെങ്കിൽ കൊള്ളാം. ഇവരെ ഒറ്റ ഒരുത്തനെല്ലാം കാരണം. ഞാനോ? അതേടാ. എടാ, നിന്റെ ടീമിൽ കാട്ടമാക്കാനില്ലേ? അവനെ എന്നെ ചവിട്ടിയത്. കളിയാവുമ്പോ ചവിട്ട് കൊള്ളുന്നതും വീഴുന്നൊക്കെ പതിവാ. റൊണാൾഡോയൊക്കെ എത്ര ചവിട്ടാ ഡെയിലി കൊള്ളുന്നത്? വല്ലവനും ചവിട്ട് കൊള്ള എന്നെ കിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കടാ. ആ മറഡോണയൊക്കെ ചവിട്ട് കൊണ്ടിട്ടാ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. അതിന് ഞാൻ മറഡോണയല്ല. അതെനിക്കറിയാം. നീ മരഡോണ. നിർത്തിനടാ കഴുതകളെ. ഇത്രയായിട്ടും തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? പോത്തുപോലെ വളർന്നല്ലോ. അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഈ പണിക്ക് പോവായിരുന്നോ? അമ്മ ഞാനല്ല, ഇവനാ. അമ്മ എന്താ സംഭവിച്ചത്? വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. നിന്നെയൊക്കെ വളർത്തി ഇത്രയാക്കിയത് തമ്മി തല്ലി ചാകാനാണെങ്കിൽ രണ്ടും കൂടെ എവിടെയെങ്കിലും പോയിക്കോ. എന്താടി ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ എന്താ പെണ്ണുങ്ങൾ എങ്ങനെ നിക്കണേ? പോയി ചോറെടുത്ത് വെക്കി. പിള്ളേർക്ക് വിശക്കണുണ്ടാവും.
എന്താടി? എന്ത് പറ്റി? കഴിക്കണില്ലേ? കഴിച്ചോളാം. ഓ ഓ ഒന്ന് പോടാ, വെറുതെ വഴക്കുണ്ടാക്കിട്ട്. എന്താണ് രാത്രിയിൽ എന്താ പ്രശ്നം? ആ കൈമളും ഗോവിന്ദൻകുട്ടിയും കൂടി നമ്മളെ തല്ലാൻ പരിപാടി ഇടുന്നുണ്ട്. ആ ചന്ദ്രനാ വിവരം പറഞ്ഞത്. ഊന്നുന്നതിന് മുമ്പ് നമുക്ക് ആ കൈ ഓടിക്കണം. ഫുട്ബോൾ കളി അലങ്കോലമായത് നീ കാരണമാണെന്നാ അവന്മാര് പറയുന്നത്. അവന്മാര് നമ്മളെ തല്ലുന്നതിന് മുമ്പ് ആ ഗോവിന്ദൻകുട്ടിയും കൈമളിനെയും നമ്മൾ തല്ലിയിരിക്കും. നിങ്ങൾ പൊയ്ക്കോ. അമ്മ ഇവിടെ ഇപ്പൊ ആകെ ചൂടായി നിൽക്കുക. ഞാൻ പുറകെ വന്നോളാം. ചെല്ല്. ശരി വാ. അവര് പിന്നെ വെറുതെ